കഴിഞ്ഞ 2 വർഷക്കാലം നമ്മുടെ സമൂഹത്തിൽ ട്രസ്റ്റിയായി സേവനമനുഷ്ഠിച്ചിരുന്ന ടോജോ സ്ഥാനം കൈമാറ്റം ചെയ്യുന്ന ദിവസമാണിന്ന്. ടോജോയിലൂടെയും അതോടൊപ്പം തന്നെ 1.5 വർഷക്കാലം നമ്മൾക്ക് സേവനം ചെയ്ത ഇവിടെ നിന്ന് മാറിപ്പോയ തോമസ് ആൻഡ്രൂസിനെയും നമുക്ക് പ്രത്യേകമായി ദൈവസന്നിധിയിൽ ഓർക്കാം. അവരിലൂടെ നമ്മുടെ സമൂഹത്തിന് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്കും സേവനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ടോണി അബ്രാഹത്തിനും അതോടൊപ്പം തന്നെ ജോസഫ് പിലിയാനിക്കലിനെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാനുള്ള ശക്തിയും അനുഗ്രഹവും ലഭിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്ലീഹന്മാരുടെ ഓർമ്മാചരിക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന്
പാപികളായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കം. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവ്വവും. മങ്ങേ വസതിയിൽ കഴിയുവാനെൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ കരയുവാനെൻ ദാഹം. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവ്വവും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ്വര, പരിപാവനനാം
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. ശാന്തിശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും. ദരിദ്രർ ഇസ്രായേലിന്റെ പരിശുദ്ധത്തിൽ ആഹ്ലാദിക്കും. നിർദ്ദയർ അപ്രത്യക്ഷരാവുകയും നിന്ദകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. അവൻ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗര കവാടത്തിലിരുന്ന് ശാസിക്കുന്നവന് കെണിയൊരുക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാന് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. അബ്രഹാത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിന്റെ ഭവനത്തെക്കുറിച്ച് അരുൾ ചെയ്യുന്നു. യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല, ഇനിമേൽ അവന്റെ മുഖം വിവരണമാവുകയുമില്ല. ഞാൻ ജനത്തിന്റെ മധ്യേ ചെയ്ത പ്രവൃത്തികൾ കാണുമ്പോൾ അവന്റെ സന്തതി എന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. അവർ യാക്കോബിന്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും. തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങി വരും. പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. സഹോദരരെ, നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നത് വ്യർത്ഥമായില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ വളരെ പീഡകൾ സഹിക്കുകയും ഫിലിപ്പിയിൽ വെച്ച് അവമാനിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും കഠോരമായ ക്ലേശങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിക്കാനുള്ള ധൈര്യം ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു. ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ ഉത്ഭവിച്ചതല്ല. സുവിശേഷം പരമേൽക്കാൻ യോഗ്യനെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒരിക്കലും മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല, അത്യാഗ്രഹത്തിന്റെ പുറകുപ്പായം ധരിച്ചിട്ടുമില്ല. അതിന് ദൈവം തന്നെ സാക്ഷി. ക്രിസ്തുവിന്റെ അപ്പസ്തലന്മാരെന്ന നിലയിൽ മേന്മ ഭൗതികമായിരുന്നിട്ടും ഞങ്ങൾ നിങ്ങളിൽ നിന്നോ മറ്റു മനുഷ്യരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ല. ധാത്രി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ സൗമ്യമായി
പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ജെറൂസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരം ഉയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമറിയക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ രചയിതാവായ മാൽക്കം മക്രിഡ്ജ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ചെറിയൊരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഒരു പുഴത്തീരത്ത് നിൽക്കുമ്പോൾ അങ്ങേ തലയ്ക്കൽ ഒരു സ്ത്രീ നിൽപ്പുണ്ടായിരുന്നു. സുന്ദരിയായൊരു സ്ത്രീ ആണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിനൊരാഗ്രഹം അവളുടെ അടുത്തെത്തണം. അങ്ങനെ പുഴ നീന്തിക്കടന്ന് അദ്ദേഹം അടുത്തു ചെന്നു. ആ സ്ത്രീ വല്ലാതെ പേടിച്ച് ലജ്ജയോടുകൂടി അവൾ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ ഏറ്റവും അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. അവൾ കുഷ്ഠരോഗിണിയായിരുന്നു. അവളുടെ വിരലുകളൊക്കെ കുഷ്ഠരോഗം ബാധിച്ച് അത് മറയ്ക്കാനാണെന്നുള്ള രീതിയിൽ അവൾ നിൽപ്പുണ്ടായിരുന്നു. അവളുടെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ കുഷ്ഠരോഗം വന്ന് മൂക്കൊക്കെ അല്പം ചെറുതായി ഇരിക്കുന്നുണ്ടായിരുന്നു. ചുണ്ടിൻ്റെ ഒരു ഭാഗത്ത് കുഷ്ഠരോഗം വന്നിട്ടുണ്ട്. അകലെ നിന്ന് നോക്കിയപ്പോൾ വളരെ സുന്ദരിയായിരുന്നു തോന്നിയെങ്കിലും അടുത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അവൾ സ്നേഹിക്കാൻ കൊള്ളാവുന്നവളല്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നു, അവളുടെ ശരീരത്തിൽ മാത്രമേ കുഷ്ഠമുണ്ടായിരുന്നുള്ളൂ, പക്ഷേ എൻ്റെ ഹൃദയത്തിലും ആത്മാവിലും തലയിലും ഒക്കെ കുഷ്ഠം ബാധിച്ചിരിക്കുകയായിരുന്നു. അവളെ ഒന്ന് ആശ്ലേഷിക്കാനോ അവളോട് സ്നേഹം പ്രകടിപ്പിക്കാനോ എനിക്ക് സാധിച്ചില്ല. പക്ഷെ അദ്ദേഹം ഒരു പടി കൂടി കടന്ന് മനസ്സിൽ ചിന്തിക്കുന്നു, ഞാൻ ഇങ്ങനെ ആയിക്കൂടാ, ഞാൻ അവളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് ഒരു അല്പം കൂടി അടുത്തേക്ക് ചെന്ന് അവളെ ആശ്ലേഷിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഏറ്റവും അവസാനം അദ്ദേഹം എഴുതി വയ്ക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ എൻ്റെ ഹൃദയത്തിലെ കുഷ്ഠം മാറ്റി. അവളുടെ മനസ്സ് കുഷ്ഠമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ വായിച്ചു പോകുമ്പോൾ കുഷ്ഠരോഗികളെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു പോകുന്നത്. കുഷ്ഠമെന്ന് പറയുന്നത് പഴയ നിയമകാലത്ത്, അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിലും കുഷ്ഠരോഗികളെന്ന് പറയുന്നത് കുറച്ച് അകലെ നിൽക്കേണ്ട വ്യക്തികളായിരുന്നു. ലേവ്യരുടെ പുസ്തകത്തിൽ കുഷ്ഠരോഗികളെക്കുറിച്ച് പറയുന്നത് അശുദ്ധൻ അശുദ്ധൻ എന്ന് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. സാധാരണ രോഗമില്ലാത്ത മനുഷ്യരുടെ അടുത്തേക്ക് പോകുമ്പോൾ കുഷ്ഠരോഗികൾ ഉറക്കെ പറയണം, ഞാൻ അശുദ്ധനാണെന്ന്.
300 വാര അകലെ മാത്രമേ സഞ്ചരിക്കാവൂ എന്നുള്ളൊരു നിയമം കൂടി അവർക്കുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ശാപം കിട്ടിയ ഒരു പ്രത്യേക രോഗമെന്നായിരുന്നു കുഷ്ഠരോഗത്തെക്കുറിച്ച് അന്ന് പറഞ്ഞിരുന്നത്. ഇന്നത്തെ സുവിശേഷം ആദ്യമായി വായിച്ചു പോകുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. കുഷ്ഠരോഗികൾ വളരെ സ്വരമുയർത്തിയാണ് പറയുന്നത്. കർത്താവേ, ദാവീദിന്റെ പുത്രാ, എന്നിൽ കനിയണമേ എന്ന് അവർ സ്വരമുയർത്തി നിലവിളിക്കുന്നു. സ്വരമുയർത്താനുള്ള കാരണം ഇത് തന്നെയാണ്. അവർ ഏറെ അകലെയായിരുന്നു. യേശുവിൻ്റെ അടുത്തുകൂടെ ചെല്ലാനോ അവൻ്റെ അടുത്ത് പോയി അവനോട് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ ആദ്യത്തെ വാചകമായി എഴുതിയിരിക്കുന്നത്, അകലെ ഗ്രാമത്തിൽ അവർ യേശുവിനോട് സ്വരമുയർത്തി വിളിച്ചു പറഞ്ഞുവെന്ന്. ഒരുപാട് ആഗ്രഹത്തോടെ നിലവിളിക്കുന്ന കുഷ്ഠരോഗികളെ നമ്മളിവിടെ കണ്ടെത്തും. പിന്നീട് യേശുനാഥൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മാത്രമേ അവൻ്റെ അടുത്തേക്ക് നന്ദി പറയാൻ ചെന്നുള്ളൂ, മറ്റുള്ളവരൊക്കെ ഒന്നും അവൻ്റെ അടുത്തേക്ക് ചെന്നില്ല. കാര്യം ലഭിക്കാൻ വേണ്ടി 10 കുഷ്ഠരോഗികളും ഒരുമിച്ച് സ്വരമുയർത്തി പറഞ്ഞുവെന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. രക്ഷയുടെ 4 പടികളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു പോവുക. അവർക്ക് സൗഖ്യം ലഭിക്കുന്നത് ശാരീരികമാണെങ്കിലും ഒരുവന് മാത്രമേ യഥാർത്ഥത്തിൽ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി രക്ഷയുടെ ദാതാവാണെന്ന് തിരിച്ചറിഞ്ഞുള്ളൂ. മറ്റുള്ളവരൊക്കെ ആഗ്രഹിച്ചത് സൗഖ്യം മാത്രമാണ്, ശാരീരികമായ സൗഖ്യം. പലപ്പോഴും നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ അടുത്തുകൂടുന്നതും ധ്യാന കേന്ദ്രങ്ങളിലുമൊക്കെ ചിലപ്പോഴെങ്കിലുമൊക്കെ അടുത്തുകൂടുന്നത് ഈ ഒരു ശാരീരിക സൗഖ്യത്തിന് വേണ്ടിയാണ്. പക്ഷെ ഒരുവന് മാത്രം തിരിച്ചറിവുണ്ടാകുന്നുണ്ട്. അവന് മനസ്സിലാകുന്നു, ഒരു ശാരീരിക സൗഖ്യത്തെക്കാൾ ഉപരി നിത്യജീവൻ അഥവാ രക്ഷ തരാൻ കഴിവുള്ളവനാണെന്ന്. അതുകൊണ്ടാണ് ഒരുവൻ മാത്രം തിരിച്ചു വരുന്നത്. അതുകൊണ്ട് രക്ഷയുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഈ ഒരു തിരിച്ചറിവാണ്. രക്ഷ നൽകാൻ കഴിയുമെന്ന് പറഞ്ഞ് പാപിയായ മനുഷ്യനാണ് താനെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. താൻ പാപിയാണെന്നും താൻ രോഗിയാണെന്നുമുള്ള തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായി ഉണ്ടാകേണ്ടത്. പലപ്പോഴും നമ്മളൊക്കെ വലിയ പാപികളൊന്നുമല്ല എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങളുണ്ട്. മറ്റുള്ളവരെക്കാളൊക്കെ ഉപരി ഞാൻ കുറെ കൂടി നല്ലവനാണ്, ഞാൻ അധികമൊന്നും പാപമൊന്നും ചെയ്യാത്തവനാണ് എന്നൊക്കെ ചിന്തിച്ചു പോകുന്നവരുണ്ട്. പക്ഷേ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമ്മളൊക്കെ പാപികളാണെന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ രക്ഷയുടെ പടി എന്ന് പറയുന്നത് നിലവിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി സ്വരമുയർത്തി കരഞ്ഞ് വിളിച്ചപേക്ഷിക്കുന്നവർക്കാണ് യേശു സൗഖ്യം നൽകുന്നത്. നമ്മൾ എന്തുമാത്രം തുറന്ന് പ്രാർത്ഥിക്കുന്നുവോ അതിനനുസരിച്ചുള്ള സൗഖ്യമാണ് ദൈവം നൽകുന്നത്. കുഷ്ഠരോഗികൾ ഇവിടെ നിലവിളിക്കുന്നത് സൗഖ്യം നൽകാനല്ല, ഞങ്ങളുടെ രോഗം മാറ്റണമെന്നല്ല പറയുന്നത്. കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്നാണ്. കരുണയാണ് അവർ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ അന്നത്തെ സാഹചര്യം അനുസരിച്ച് അവരുടെ അടുത്തുകൂടെ കടന്നുപോയിരുന്ന മനുഷ്യർ മുഴുവൻ അവരെ ആക്ഷേപിക്കുകയും അതോടൊപ്പം തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവർ ആഗ്രഹിച്ചത് സൗഖ്യത്തെക്കാൾ ഉപരി ചുറ്റുമുള്ള മനുഷ്യരുടെ കരുണയാണ്. അതുകൊണ്ടാണ് യേശു അങ്ങകലെ കടന്നു പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ കടാക്ഷിക്കണമേ, ഞങ്ങളെ നോക്കണമേ, ഞങ്ങളെ കാണണമേ എന്ന് പറഞ്ഞ് അവർ ഉറക്കെ വിളിച്ചപേക്ഷിക്കുന്നത്. നിന്റെ നിലവിളികൾ ഒരിക്കലും സൗഖ്യത്തിനായിരിക്കരുത്, മറിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. നമ്മുടെ പാപങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മോചനം പ്രാപിക്കുമ്പോൾ അതിൻ്റെ ബാക്കിപത്രം എന്നോണം നമുക്കൊക്കെ മനസ്സിനും ശരീരത്തിനും സൗഖ്യം ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായി യേശുനാഥൻ കുഷ്ഠരോഗികൾ പറയുന്നത് നിങ്ങൾ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കണമെന്നാണ്. ക്രിസ്തു അപ്പോൾ തന്നെ ഒരു സൗഖ്യം കൊടുക്കുന്നില്ല. ക്രിസ്തുവിന് കഴിവുണ്ടായിട്ടും അവൻ ഒരിക്കലും അപ്പോൾ തന്നെ
ഒരു സൗഖ്യം നൽകുന്നില്ല. ഇൻസ്റ്റൻറ്റ് കോഫി എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിച്ചാൽ കിട്ടണമെന്നുള്ള ആഗ്രഹമൊക്കെ കുഷ്ഠരോഗികൾക്കുണ്ടായിരുന്നെങ്കിലും ക്രിസ്തു പറയുന്നത് നിങ്ങൾ പോയി പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക, പോകും വഴി അവർ സൗഖ്യം പ്രാപിച്ചു എന്നാണ് വചനം പറയുക. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കുഷ്ഠരോഗികൾ ചെയ്യുന്നത്. ഒന്ന്, ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നു. പറയുന്നത് കർത്താവാണെന്നുള്ളൊരു വലിയ ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ വാക്കുകൾ വിശ്വസിച്ച് പുരോഹിതരെ കാണിക്കാൻ വേണ്ടി തിരിച്ചു നടക്കുന്നത്. അവർ ആരും അവിടെ വിമർശിക്കാനോ എന്തുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ സൗഖ്യം തരുന്നില്ല എന്ന് ചോദിക്കാനോ ഒന്നും മുതിരുന്നില്ല. പറയുന്നത് കർത്താവാണെന്ന് തിരിച്ചറിയുമ്പോൾ അവർ തിരിച്ചു നടക്കുന്നു, പുരോഹിതരെ കാണിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ കാര്യമാണ് അനുസരണം. ക്രിസ്തു പറയുന്ന വാക്കുകൾ അനുസരിച്ചുകൊണ്ട് അവർ തിരിച്ചു നടക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നാമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗിയെക്കുറിച്ച് നമ്മൾ വായിച്ചു പോകുന്നുണ്ട്. എലീശ പ്രവാചകൻ ഒറ്റപ്പാവലായിരിക്കുമ്പോൾ നാമാൻ പ്രവാചകൻ ആവശ്യപ്പെടുന്നുണ്ട്, നീ ഇറങ്ങി വന്ന് എന്നെ സുഖപ്പെടുത്തണമേ. പക്ഷേ എലീശ പ്രവാചകൻ ഇറങ്ങി വരുന്നില്ല. മറിച്ച് എലീശ പ്രവാചകനും ഇതുപോലെ തന്നെ പറയുന്നു, നീ ജോർദാൻ നദിയിൽ പോയി കഴുകുക, നിനക്ക് സൗഖ്യം ലഭിക്കും. ഇന്നത്തെ സുവിശേഷവുമായി ഒരുപാട് ബന്ധമുള്ള പഴയ നിയമഭാഗമാണിത്. ജോർദാൻ നദിയിൽ പോയി കഴുകണമെന്ന് പറയുമ്പോൾ നാമാൻ അതുപോലെ ചെയ്യുന്നു. നാമാന് സൗഖ്യം ലഭിക്കുന്നു. അനുസരണത്തിൽ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ടെന്ന് നാം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നതാണ്. തിരുസഭയ്ക്കും അതോടൊപ്പം തന്നെ ദൈവത്തിനും കൽപ്പനകളുണ്ട്. 10 കൽപ്പനകളും അതോടൊപ്പം തന്നെ തിരുസഭയുടെ 5 കൽപ്പനകളും അതോടൊപ്പം തന്നെ സഭ ഓരോ സമയങ്ങളിലും നമ്മോട് ആവശ്യപ്പെടുന്ന ചില നിയമങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ടുവരുമെന്ന് നാം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണിത്. പുരോഹിതരെന്ന് പറയുന്നത് സഭയുടെ ഭാഗമാണ്. യേശു പോലും പറയുന്നത് പുരോഹിതരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. സഭയുടേതായിട്ടുള്ള നിയമ രീതികൾക്കനുസരിച്ച് നിൻ്റെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെയാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. 4-മതായി നന്ദി പറയുക. കുഷ്ഠരോഗികൾ 10 പേരിൽ ഒരുവൻ മാത്രം വന്ന് തിരിച്ച് യേശുവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറയുന്നു. ആത്മീയതയുടെ ഒരു വലിയ ലക്ഷണമാണ് നന്ദി പറയുക എന്നുള്ളത്. പലപ്പോഴുമൊക്കെ ദൈവത്തിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നവരാണ് നമ്മൾ. ചെറിയതും വലുതുമായിട്ടുള്ള ഒട്ടനവധി നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ട് അതിനൊക്കെ നമുക്ക് മുഴുവനായി നന്ദി പറയാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ഇത്രത്തോളമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ ആയിത്തീർന്നിരിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളിലൂടെയും സഹോദരങ്ങളുടെയും അതോടൊപ്പം തന്നെ സഭയിലൂടെയും ഒക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ട് ഞാൻ യഥാർത്ഥത്തിൽ അതിനുള്ള നന്ദി പ്രകാശിപ്പിച്ചിട്ടുണ്ട്. വാക്കുകളിലൂടെ നമ്മൾ നന്ദി പറയുന്നവരാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ വന്നതോടുകൂടി നമ്മളൊക്കെ വാക്കുകൾ കൊണ്ട് നന്ദി പറയാൻ പഠിച്ചു. ഏറ്റവും നന്ദി പറയാത്ത ഒരു സമൂഹം എന്ന് പറയുന്നത് മലയാളി എന്നാണ് പലരും പറയുക. പക്ഷെ നമ്മളൊക്കെ ഇവിടെ വന്ന് നമ്മൾ നന്ദി പറയാൻ പഠിച്ചു. പക്ഷേ നന്ദി എന്ന വാക്കുകളേക്കാൾ ഉപരി എന്തുമാത്രം ഞാൻ കടപ്പെട്ടവരാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നൊക്കെ നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തുമാത്രം കടപ്പാടോടുകൂടി അവനും വേണ്ടി ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മെ സഹായിക്കുമ്പോൾ നന്ദി എന്ന വാക്കിനേക്കാൾ ഉപരി, അതിനേക്കാൾ അപ്പുറത്ത് നന്ദിയുടെ പ്രകടനങ്ങളും പ്രവർത്തികളും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആത്മപരിശോധന ചെയ്ത് നോക്കേണ്ടത്. സൗഖ്യമെന്ന് പറയുന്നത് ഒരിക്കലും ശരീരത്തിന് ലഭിക്കേണ്ടതല്ല. കുഷ്ഠരോഗികൾക്ക് തെറ്റിയതും അവിടെയാണ്. സൗഖ്യം ലഭിക്കാൻ വേണ്ടി മാത്രം അവൻ്റെ അടുത്ത് ചെന്ന് 9 പേരും തിരിച്ചുപോയി. പക്ഷെ ഒരുവനെ മാത്രം തിരിച്ചറിവുണ്ടാകുന്നു, അവൻ്റെ പക്കൽ രക്ഷയുണ്ടെന്ന്. ശരീരത്തിൻ്റെ സൗഖ്യത്തെക്കാൾ ഉപരി മനസ്സിൻ്റെ ഭാവങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനസ്സിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന ആ രക്ഷയും നിത്യജീവനും കരഗതമാക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം.
യേശുവിൻ്റെ രക്ഷ എൻ്റെ ജീവിതത്തിൽ കൈവരുവാനും അവിടുത്തെ കൃപ എൻ്റെ ജീവിതത്തിൽ ഉടനീളമുണ്ടാകുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായെ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുതത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിട്ട് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ ബോസ്കോ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവിധ സഭകളുടെ ബലിധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, സ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവവിളിക്ക് അനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായിൽ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. എല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. ആദ്യം മുതലേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ.
വിശ്വാസത്തോടെ നിലവിളിച്ച കുഷ്ഠരോഗികളോട് ചേർന്ന് നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടിക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദിസായും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ജലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരനെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളെപ്പോഴും കൃതജ്ഞതാ നിർഭരരായിരിക്കുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ
സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലെങ്കിൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായി അങ്ങേക്ക് ഞങ്ങൾ ഓശാന ഗീതികൾ ആലപിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ
വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് പരിപൂർണ മനുഷ്യനായി കന്യകാമറിയത്തിൽ നിന്ന് ജാതനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസൻ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ബോസ്കോ പിതാവിന് വേണ്ടിയും പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, വചന പ്രഘോഷകർ, മിഷണറിമാർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ദൈവ സമൂഹത്തിന് വേണ്ടിയും ഇവിടെ ഓരോരുത്തരുടെയും ഇന്നത്തെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും
അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. ശക്തരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഈ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുവവൻ സ്വർഗം യുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ രക്തങ്ങളുടെ രഹസ്യങ്ങളെയും നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളെ സമീപിക്കാം. അണുതാവുന്നതോടെയും അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാവമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
അഭാപിതാവ് എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കിപ്പോൾ എഴുന്നേറ്റ് നിന്ന് ആവർത്തിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. മദ്ബഹയിൽ ബലിയർപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ ജീവനുള്ള കുഞ്ഞാടിന് ചുറ്റും നമ്മോടൊപ്പം സ്വർഗീയ സൈന്യങ്ങൾ നിലകൊള്ളുന്നു. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുകയും അവിടത്തേക്ക് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെയും ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
കൃപാവത്താൽ ശുദ്ധവും പരിശുദ്ധവും ജീവിതായികവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണനീയമായ ഈ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടി അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായി, സ്തുത്യർഹവും പരിശുദ്ധവുമായ ദിവ്യരഹസ്യങ്ങൾ വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി അങ്ങേക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിൻ്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദൈവമേ, ഞങ്ങളീ പൂജയാലേ നിൻ ദിവ്യനാമം കീർത്തിച്ചു. വരവും പ്രകാശവും ജീവനും കനിവാർന്നു ഞങ്ങൾക്കു നൽകണേ. ദൈവത്തിൻ ജനമേ, പൂജയെന്നും നമ്മിൽ പ്രസാദം ചൊരിഞ്ഞിടട്ടെ. നാം ഇന്നിറങ്ങുന്ന വീതിയിൽ വിജയം തെളിഞ്ഞു വിരിഞ്ഞിടട്ടെ. നാഥനും പുത്രനും ദൈവാത്മാവും സന്തതം നമ്മിൽ വസിച്ചിടട്ടെ. സ്വർഗീയദാനം ചൊരിഞ്ഞിടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ ഖബറിടമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ? നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റണമേ. അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിലെത്തി സൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, തിരുക്കുടുംബമേ,